ഹായ് ഫ്രണ്ട്സ്, 2026 വിഷൻ ബോർഡ് ഉണ്ടാക്കിയാലോ? സംഭവം വിഷൻ ബോർഡ് ഉണ്ടാക്കാനൊക്കെ വളരെ എളുപ്പമാണ് കേട്ടോ. അതിനുവേണ്ടി നമുക്ക് പിൻട്രസ്റ്റ് എന്ന് പറയുന്നൊരു ഒറ്റ ആപ്പ് മാത്രം മതി. പിൻട്രസ്റ്റ് ആപ്പ് ഇപ്പോൾ എല്ലാവരുടെയും കോമൺ ആയിട്ട് കാണുന്നൊരു ആപ്പാണ്. അത് വളരെ യൂസ്ഫുള്ളായിട്ടൊരു ആപ്പാണ്. പിൻട്രസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരുപാട് ആഗ്രഹങ്ങൾ കാണും. ഇൻ കേസ് ചിലർക്ക് നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരിക്കും, ചിലർക്ക് നന്നായിട്ട് പൈസ സേവിങ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരിക്കും, അല്ലാതെ ചിലർക്ക് കാർ വാങ്ങണമെന്ന് ആഗ്രഹം. അങ്ങനെ വാട്ടെവർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താണോ അത് നമുക്കിതിൽ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്താണോ ആവശ്യം അതൊന്ന് ജസ്റ്റ് സെർച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് പടങ്ങൾ കാണും. അപ്പോൾ നമുക്കതിൽ ഇഷ്ടപ്പെട്ട ഒരു പടം സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത ശേഷം സേവ് എന്നൊരു ഓപ്ഷനിൽ ക്രിയേറ്റ് ബോർഡ് ഒന്ന് കാണും. അതിലേക്ക് നമുക്കൊരു നെയിം കൊടുത്ത് വിഷൻ ബോർഡ് 2026 എന്നൊരു നെയിം കൊടുത്ത് അതൊന്ന് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ശേഷം നിങ്ങൾക്ക് എന്തൊക്കെയാണോ ആവശ്യം അതെല്ലാം നമുക്ക് സെർച്ച് ചെയ്ത്, ഇപ്പോൾ ഞാൻ വളരെ കുറച്ചേ കാണിക്കുന്നുള്ളൂ. ഇൻ കേസ് നിങ്ങൾക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കണമെന്ന് ആഗ്രഹം കാണും, അത് ആഡ് ചെയ്യാം. ചിലർക്ക് നന്നായിട്ട് വെള്ളം കുടിക്കണം എന്നുണ്ടായിരിക്കും, അത് ആഡ് ചെയ്യാം. ഫോട്ടോഗ്രാഫർ ആവണമെന്നുണ്ടായിരിക്കും, അത് ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ ആഗ്രഹം അതെല്ലാം നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ ആഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമുക്കെല്ലാം ആഡ് ചെയ്യാം. ഇപ്പോൾ എൻ്റെ ആഗ്രഹങ്ങളായിരിക്കില്ലല്ലോ മറ്റൊരാളുടേത്. അപ്പോൾ നിങ്ങൾക്ക് ആഗ്രഹമുള്ളതെല്ലാം നമുക്കിതിൽ കിട്ടും. നമുക്ക് ഇഷ്ടപ്പെട്ട ഫോട്ടോ സെലക്ട് ചെയ്യണം. ഇപ്പം എന്താണോ കുറേ ഫോട്ടോസ് കാണും, അതിൽ നമുക്ക് ഇഷ്ടമുള്ള എന്താണ്. ഇപ്പോൾ ചിലപ്പോൾ പുതിയ കാർ എടുക്കണമെന്നുള്ളവരുണ്ടായിരിക്കും, അപ്പോൾ ഒരു കാറിൻ്റെ കുറേ ഫോട്ടോസ് നമുക്ക് ഇഷ്ടപ്പെട്ടൊന്ന് സേവ് ചെയ്യുക. ഇതെല്ലാം നമ്മൾ ആ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ബോർഡിലോട്ട് വേണം സേവ് ചെയ്തിടുക. നമ്മളിപ്പോൾ കുറച്ച് മുമ്പ് ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടൊരു ബോർഡ് അതിലേക്ക് നമ്മളെല്ലാം ആഡ് ചെയ്ത് കൊടുക്കുക. സേവ് ചെയ്യണം, ആഡല്ല സേവ് ചെയ്തിടണം. അപ്പോൾ ഇതെല്ലാം അവിടെ സേവ് ആയിട്ടുണ്ടായിരിക്കും. അങ്ങനെ എന്തൊക്കെ മാക്സിമം എടുക്കാൻ പറ്റുമോ അതെല്ലാം ചെയ്യാം. ഇനിയാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. നമ്മൾ ഹോമിൽ വന്നു കഴിഞ്ഞാൽ ഒരു പ്ലസ് ഐക്കൺ കാണും, കൊളാഷ് എന്നൊരു ഓപ്ഷൻ കാണും. അത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വൈറ്റ് കളറൊരു സ്ക്രീൻ കാണാം. അതിലേക്ക് നമ്മൾ വീണ്ടും ആ പ്ലസ് ഐക്കൺ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ബോർഡുകളെല്ലാം അവിടെ കാണാൻ പറ്റും. അപ്പോൾ യുവർ ബോർഡ്സ് എന്നുള്ളതിൽ നമ്മളിപ്പം ക്രിയേറ്റ് ചെയ്ത വിഷൻ ബോർഡ് 2026 എടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സേവ് ചെയ്തിട്ടുള്ള എല്ലാ പിക്ചേഴ്സും അവിടെ സേവ് ആയിട്ടുണ്ടായിരിക്കും. ഇനി ഓരോന്നായിട്ട് നമുക്ക് സെലക്ട് ചെയ്തിട്ട് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പം സെലക്ട് ചെയ്യുന്നത് അറേഞ്ച് ചെയ്യുന്നതെല്ലാം ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇപ്പം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അത് അറേഞ്ച് ചെയ്യാം. ഇപ്പം ഇൻ കേസ് വേറെ വിഷൻ ബോർഡെല്ലാം നോക്കിയിട്ട് അത് കണക്ക് അറേഞ്ച് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അതെല്ലാം എങ്ങനെയാണോ നിങ്ങൾക്കത് എത്രത്തോളം ബ്യൂട്ടിഫുൾ ആക്കാൻ പറ്റുമോ, എത്രത്തോളം എസ്തെറ്റിക്സ് ആക്കാൻ പറ്റുമോ അതെല്ലാം മാക്സിമം നിങ്ങൾ ചെയ്യണം. ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, സേവ് ചെയ്ത് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ വെച്ച് നമുക്ക് സെർച്ച് ഓപ്ഷൻ ഉണ്ട്. അതിൽ തന്നെ സെർച്ച് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് സെർച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ 2026 അങ്ങനെ എടുത്ത് എല്ലാം അങ്ങനെ ചെയ്യാം. എന്തായാലും നമുക്ക് നേരത്തെ എല്ലാം സെലക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ചും കൂടെ എളുപ്പമാണ്. ഒരു ബോർഡ് ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു വിഷൻ ബോർഡ് ഉണ്ടാക്കുന്നതിന് കുറച്ചും കൂടെ എളുപ്പം. അതല്ലാ എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സെർച്ചിൽ പോയാൽ നമുക്ക് ഇഷ്ടമുള്ളത് അപ്പോഴേ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തൊരു വീഡിയോ ഉണ്ട്. ഞാൻ അധികം ആഡ് ചെയ്യുന്നില്ല. നമ്മുടെ പ്രിപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് സേവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് മുകളിൽ നെക്സ്റ്റ് എന്നൊരു ഓപ്ഷൻ കാണും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് സേവ് ചെയ്യാനുള്ള അടുത്ത പരിപാടിയാണ്. അപ്പോൾ നമുക്കതിൽ ഇഷ്ടമുള്ളൊരു ടൈറ്റിൽ കൊടുക്കാം. ഇപ്പോൾ അതൊരു വിഷൻ ബോർഡ് ആയതുകൊണ്ട് നമുക്ക് വിഷൻ ബോർഡ് 2026 വിഷൻ ബോർഡ് ആക്കാം. എന്നിട്ടത് ക്രിയേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഫൈൽ അത് സേവ് ആയിട്ടുണ്ടായിരിക്കും. അതിനുശേഷം മുകളിൽ പിൻസ് എന്നൊരു ഓപ്ഷനിൽ ക്രിയേറ്റഡ് ബൈ യു നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ബോർഡ് കാണാൻ പറ്റും. അത് സെലക്ട് ചെയ്യുക. അങ്ങനെ ഒരു ബോർഡ് നമ്മുടെ അവിടെ സേവായി കിടപ്പുണ്ടായിരിക്കും. നമ്മുടെ പ്രൊഫൈലിൽ അത് സേവ് ആയിട്ടുണ്ടായിരിക്കും. അതിനുശേഷം നിങ്ങൾക്ക് ആടെ കാണുന്ന 3 ഡോട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്കത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഡൗൺലോഡ് ചെയ്യുമ്പോൾ ചെന്നൊരു ഓപ്ഷൻ കാണും. നമ്മുടെ ഈ ഒരു പിക്ചർ നമ്മുടെ ഗാലറിയിൽ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കത് നോക്കാം. നമ്മുടെ ഗാലറിയിൽ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ ഡൗൺലോഡ് ചെയ്ത റീസൻസിലോ അല്ലെങ്കിൽ ആൽബംസിലോ നോക്കിയാൽ നമുക്കതവിടെ കാണാൻ പറ്റും. ഇനി ഇതുകൊണ്ട് ഈ ഷോപ്പിൽ പ്രിൻ്റ് എടുക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ വാൾപേപ്പർ ആക്കിയോ സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനിയും 2026 വിഷൻ ബോർഡ് ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ വേഗം പോയി ഉണ്ടാക്കിക്കോ. ആൻഡ് എല്ലാവർക്കും ഒരു നല്ലൊരു ന്യൂ ഇയർ ആശംസിക്കുന്നു. ആൻഡ് താങ്ക്സ്